ഷഹീൻ മിസ്ത്രി എഴുതിയിട്ടുള്ള ഒരു ലൈഫ് റൈറ്റിംഗ് ആണ് ദീദി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. എന്താണ് ലൈഫ് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഷഹീൻ മിസ്ത്രി അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ആത്മകഥാംശമുള്ള സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് നമുക്ക് ദീദി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ സമയം മാത്രം എടുക്കുന്ന ഒരു സമ്മറി നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു, ഇതൊരു ലൈഫ് റൈറ്റിംഗ് ആണ്. എഴുതിയിരിക്കുന്നത് ഷഹീൻ മിസ്ത്രി എന്ന് പറഞ്ഞുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, സോഷ്യൽ വർക്കറാണ്. ഷഹീൻ മിസ്ത്രി ഗ്രൂ അപ്പ് ഇൻ മെനി കൺട്രീസ് അറൌണ്ട് ദ വേൾഡ്. അവരുടെ ഒരു കുട്ടിക്കാലം, ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഷീ ഗ്രൂ അപ്പ് ഇൻ മെനി കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങളിൽ അവർ വളർന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലം ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരുന്നു? ഹർ ഫാദർ വർക്ക്ഡ് ഇൻ ഇന്റർനാഷണൽ ബാങ്കിങ്. ഇന്റർനാഷണൽ ബാങ്കർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷഹീൻ മിസ്ത്രിയും അവരോടൊപ്പം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലാണ് അവർ വളർന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ ഒരു ചൈൽഡ്ഹുഡിന്റെ പ്രത്യേകത എന്താ പറയുക? ഷീ ലവ്ഡ് റൈറ്റിംഗ് പോയിംസ് ആൻഡ് തിങ്കിങ് ഡീപ്ലി അബൌട്ട് ലൈഫ്. ലൈഫിന്റെ ഉദ്ദേശം എന്താണ്, ലൈഫിന്റെ പേർപ്പസ് എന്താണ്, ലൈഫിന്റെ മീനിങ് എന്താണ്, ഇങ്ങനെ വളരെ ഡീപ്ലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോയിംസ് ഒക്കെ എഴുതാൻ ഇഷ്ടപ്പെടുന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു ഷഹീൻ മിസ്ത്രി, അല്ലെങ്കിൽ ഷഹീൻ മിസ്ത്രിയുടെ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു. എ വിസിറ്റ് ടു ആൻ ഓർഫനേജ് ഇൻ ജക്കാർത്ത ചേഞ്ച്ഡ് ഹർ ഔട്ട്ലുക്ക്. ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ചപ്പാട്. അതായത് ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് മാറിയത് എപ്പോഴാണെന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴായിരുന്നു എന്നറിയോ? എ വിസിറ്റ് ടു ആൻ ഓർഫനേജ് ഇൻ ജക്കാർത്ത. ജക്കാർത്ത എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിരിക്കണം ജക്കാർത്ത. സോ ജക്കാർത്തയിലുള്ള ഒരു ഓർഫനേജ്, അനാഥാലയത്തിൽ ഒരു വിസിറ്റ് നടത്തിയ സമയത്താണ് അവരുടെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് അബൌട്ട് ലൈഫ് അത് മാറിപ്പോയത്. ഷീ സ്റ്റാർട്ടഡ് വോളണ്ടിയറിംഗ് എവറി വീക്കെൻഡ് ടു ടീച്ച് പുവർ കിഡ്സ്. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അൺപ്രിവിലേജ്ഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താ? സൗഭാഗ്യങ്ങൾ ഒട്ടുമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എല്ലാ വീക്കെൻഡിലും അതൊരു മുറ പോലെ ചെയ്തു പോയിരുന്നു നമ്മുടെ ഷഹീൻ മിസ്ത്രി. ഇൻ മുംബൈ ഷീ സോ ലക്ഷറി ബിസൈഡ് പോവർട്ടി അല്ല പോവർട്ടി. അതായത് മുംബൈയിലായിരുന്നു പലപ്പോഴും വെക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒരു ചൈൽഡ്ഹുഡിൽ. അവിടെ ഒരു സ്റ്റാർ കോൺട്രാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വ്യത്യാസം, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം അവിടെ കാണുന്നുണ്ടായിരുന്നു. ആ വൈരുദ്ധ്യം എങ്ങനെയാണ്? ഒരു സൈഡിൽ ലക്ഷറി, ഒരു സൈഡിൽ പോവർട്ടി. നിങ്ങൾ ബോംബെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെ ഒരുപാട് ചേരി പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ സൈഡിൽ തന്നെ ഭയങ്കര ബോളിവുഡ് അല്ലെങ്കിൽ ഒരുപാട് ബില്യനേഴ്സ് ഒക്കെ താമസിക്കുന്ന വേറൊരു സൈഡ് ഉണ്ട്. അപ്പൊ അതിലൊരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ പറ്റും, ക്ലിയർ ഒരു കോൺട്രാസ്റ്റ്, സോഷ്യൽ കോൺട്രാസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. സോ ഷീ നോട്ടീസ്ഡ് വേസ്റ്റഡ് ഫുഡ് അറ്റ് പാർട്ടീസ് വൈൽ ചിൽഡ്രൻ ബെഗ്ഡ് ഔട്ട്സൈഡ്. അവിടെ തെരുവോരങ്ങളിലെ കുട്ടികൾ ബെഗ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, പിച്ചയെടുക്കുന്ന സമയത്ത് ഒരുപാട് പാർട്ടികളിൽ ഇഷ്ടം പോലെ ഫുഡുകൾ, അതും ലക്ഷറിയസ് ഫുഡ്സ് ഒക്കെ അല്ലേ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഈ ഒരു സോഷ്യൽ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ആര് തിരിച്ചറിയാണ്? ഷഹീൻ മിസ്ത്രി തിരിച്ചറിയണം. ദിസ് മെയ്ഡ് എ ക്വസ്റ്റ്യൻ ഹർ പ്രിവിലേജ് ആൻഡ് പേർപ്പസ്. ഇത് അവരെ എന്തിനു ചോദ്യം ചെയ്യുന്ന പറയാം? അവരുടെ പ്രിവിലേജ് അല്ലെങ്കിൽ അവരുടെ സൗഭാഗ്യങ്ങളും എന്താണ് ജീവിതത്തിന്റെ പേർപ്പസ്, എന്താണ് ജീവിക്കുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളതിനും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 18ാമത്തെ വയസ്സിൽ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ ടു ഹെൽപ്പ് സ്ലം ചിൽഡ്രൻ. അപ്പോൾ അത് ബോംബെയിൽ വെച്ചിട്ടാണ് ഇത്രയും സ്ലം ചിൽഡ്രനെ കാണുന്നതും അവരെത്രത്തോളം അൺപ്രിവിലേജ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതും ഷഹീൻ മിസ്ത്രി. അങ്ങനെ ഇന്ത്യയിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ഹർ പാരന്റ്സ് അഗ്രീഡ് ബട്ട് ടോൾഡ് ഹർ ടു കീപ് സ്റ്റഡിങ് ടു. അപ്പോൾ പാരന്റ്സ് ഓക്കെ ആയിരുന്നു, പക്ഷേ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു കോളേജ് പഠനം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു അവർ കൊടുത്തിട്ടുള്ള ഏക ഒരു എന്താ പറയുക ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഷീ ബിഗാൻ ടീച്ചിങ് ചിൽഡ്രൻ ഇൻ സ്ലംസ് യൂസിങ് സിമ്പിൾ മെത്തേഡ്സ്. വളരെ വളരെ ബേസിക് ആയ കാര്യങ്ങൾ, വളരെ ബേസിക് ലെവലിൽ നിന്ന് ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുക, ഇത്തരം അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ലം ചിൽഡ്രനെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ഉദ്ദേശം ഇന്ത്യയിൽ നിന്നുകൊണ്ട്. ലേറ്റർ ഷീ ഫൗണ്ടഡ് ദി ആകാൻഷ ഫൗണ്ടേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആകാൻഷ ഫൗണ്ടേഷൻ. ഇവര് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡഡ് എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ അൺപ്രിവിലേജ്ഡ് കിഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, സൗഭാഗ്യങ്ങൾ ഒട്ടുമില്ലാതെ ഇത്തരം ഹാർഷ് കണ്ടീഷൻസിൽ ജീവിക്കുന്ന ഒരുപാട് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസും അതുപോലെ തന്നെ സോഷ്യലി തീരെ അപ്ലിഫ്റ്റഡ് ആവാത്ത ഇത്തരം കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട്, ഇത്തരം സ്ലംസിലുള്ള അൺപ്രിവിലേജ്ഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എഡ്യൂക്കേഷനും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു ആകാൻഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഹർ വർക്ക് ഗ്രൂ ഫ്രം വൺ ക്ലാസ് ടു മെനി സെന്റേഴ്സ്. അതായത് ഒരു ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ ഇങ്ങനെ വളരാൻ തുടങ്ങി. ഷീ ലേൺ ദാറ്റ് റിയൽ ഹാപ്പിനെസ് ലൈസ് ഇൻ ഗിവിംഗ്. മറ്റുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തെ, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സമയത്തെ നമ്മൾ ആക്ച്വലി ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം വരുന്നുള്ളൂ എന്ന് ഷഹീൻ മിസ്ത്രി തിരിച്ചറിയാം. ഷഹീൻ ബിലീവ്ഡ് എഡ്യൂക്കേഷൻ ക്യാൻ ബ്രേക്ക് ദ സൈക്കിൾ ഓഫ് പോവർട്ടി. അതായത് പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരും പൈസക്കാരെപ്പോഴും പൈസക്കാരായിട്ട് നിൽക്കുന്ന ഈ ഒരു സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പോവർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്കല്ലേ
അല്ലെങ്കിൽ ഏറ്റവും അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സോ ദീദി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ഓഫ് ലവ് ആൻഡ് ലീഡർഷിപ്പ് ആണ്. ദീദി എന്ന് വെച്ചാൽ എന്താ? സിസ്റ്റർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സിസ്റ്റർ എന്നുള്ളത് ഹിന്ദിയിൽ പറയുന്നതാണ്. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ലീഡർഷിപ്പ്, നേതൃത്വത്തിൻ്റെയും ഒരു സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ ദീദി എന്ന് പറയുന്നത്. ഷീ ഇൻസ്പയർഡ് മെനി യൂത്ത്സ് ടു സെർവ് ദെയർ കമ്മ്യൂണിറ്റീസ്. അതായത് അവരുടെ ഇത്തരം കമ്മ്യൂണിറ്റികൾ ഒട്ടും പ്രിവിലേജുകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ സോഷ്യലി ഒട്ടും അപ്ലിഫ്റ്റഡ് അല്ലാത്ത ഇത്തരം കമ്മ്യൂണിറ്റീസിനെ എന്താ പറയുക, സെർവ് ചെയ്യാൻ നമ്മുടെ യങ് ജനറേഷന്, യൂത്തിനെ അതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഷഹീൻ മിസ്ത്രി എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ലെസൺ നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പാഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ കംഫർട്ട്. ഷഹീൻ മിസ്ത്രി വളർന്നിട്ടുള്ളത് ഒരുപാട് കംഫർട്ടിലാണ്. പക്ഷേ ആ കംഫർട്ടിൻ്റെ ഉപരിയായിട്ട് ഓവർ കംഫർട്ട് അവർ ചൂസ് ചെയ്തത് എന്തായിരുന്നു? അവർ ചൂസ് ചെയ്തത് കമ്പാഷൻ ആയിരുന്നു, ദയായിരുന്നു. മനുഷ്യരോട് എംപത്തറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിരുന്നു ഷഹീൻ മിസ്ത്രി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ട്രൂ ലൈഫ് പർപ്പസ് കംസ് ഫ്രം ഹെൽപ്പിംഗ് അതേഴ്സ് ഗ്രോ. മറ്റുള്ള ആളുകളെ, അവരെ വളരാൻ സഹായിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും ജീവിതത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും കീ ടേക്ക് അവേ എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ. ഇത്ര മാത്രമേ നമുക്ക് എക്സാമിന് ആവശ്യമായുള്ള പോയിന്റുകളുള്ളൂ. നമുക്ക് വേറൊരു ചാപ്റ്ററിൽ ഇതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സമ്മറൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.